ബീഫ് തന്നെയാണ് വിഷയം. ഒരു വലിയ വിഷയമാണ് ബീഫ്. ബീഫിന്റെ പേരിലാണ് ഒരു വലിയ രാജ്യം ഇനി വേണമെങ്കിൽ യുവന്മാരെല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ വിഭജിക്കപ്പെടുക, അത് സാമൂഹ്യപരമായിട്ട് മതപരമായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വലിയ വിഷയം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭക്ഷണത്തിന്റെ പേരിലായിരിക്കും അത് ഇന്ത്യയിലാകുമോ എന്ന് പറയുന്ന ഒരു വലിയ ഡൗട്ടുണ്ട്, ഒരു വലിയ സംശയമുണ്ട്. എന്തൊക്കെയായാലും ബീഫിന്റെ പേരിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരാള് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയിലാണ്. എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന, എല്ലാ മതത്തിനും കൃത്യമായിട്ടും വളരുവാനും മതം പ്രചരിപ്പിക്കുവാനും അത് ആചരിക്കാനുമുള്ള ഒരു പ്രശ്നവുമില്ലാത്ത ജനാധിപത്യ ഇന്ത്യയിലാണ് ചില ആളുകൾ അധികാരത്തിൽ കയറിയതിനു ശേഷം, അങ്ങനെ തന്നെ പറയണം, ചില ആളുകൾ അധികാരത്തിന് കയറിയതിനു ശേഷം ചില ആളുകൾ കൊല്ലപ്പെട്ടത്. ആ ചില ആളുകളിലെ ആളുകൾ കൊല്ലപ്പെടാനുള്ള കാരണങ്ങളിൽ നിന്ന് അവർ കഴിച്ച ഭക്ഷണമായിരുന്നു അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് എവിടെയെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ പേരിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമോ? സംശയമാണ്. എന്തൊക്കെയായാലും അത് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനാണെന്ന് ഇപ്പോൾ വളരെയധികം വേദനയോടെ പറയേണ്ടി വരും. അഖലാഖ് എന്ന് പറയുന്ന മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭക്ഷണത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. താൻ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മലയാളികളൊക്കെ കഴിക്കുന്ന ബീഫിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. എന്തായാലും ഷെയ്ഖ് മഖന്തർ മുഹമ്മദ് വരെ ഇതിൻ്റെ ഒരു കണക്ക് നീളുന്നുണ്ട്. നോക്കാപ്പ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ആ പേജിൽ നിന്ന് കിട്ടിയ ചില ഇൻഫർമേഷൻസ് ആണ്. പലർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തുക തന്നെ വേണം ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ പിന്നെ ഏത് കാലഘട്ടത്തിലാണ് ഇവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ഇത്തരം പേജുകളെയും മറ്റും എന്നുള്ളതുകൊണ്ടാണ് ഈ പേജിലുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വീഡിയോ വഴിയായിട്ടെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുന്നത്. 2015 സെപ്റ്റംബർ മാസം വീട്ടിനുള്ളിൽ പശു ഇറച്ചി, മനസ്സിലാക്കണേ, പശു ഇറച്ചി സൂക്ഷിച്ചു എന്നുള്ള ആരോപണത്തിന്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിലെ ദാത്രി എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് അഖലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു വീട്ടുടമസ്ഥനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. തല്ലിക്കൊന്നു കളഞ്ഞു. അന്ന് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകമായിട്ട് വേണമെങ്കിൽ ഈ അഖലാഖിന്റെ കൊലപാതകത്തെ കുറിച്ച് നമുക്ക് പറയാം. പിന്നീട് അന്വേഷണവും മറ്റൊക്കെ വരുന്നു. അവസാനം അത് മാട്ടിറച്ചിയാണ്, ആടിന്റെ ഇറച്ചിയാണെന്ന് വരുന്നു. പക്ഷേ ആ ഒരു അന്വേഷണവും മറ്റും വരുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യനെ തീർത്തു കളഞ്ഞിരുന്നു ഈ സംഘപരിവാര ശക്തികളെല്ലാം. കഴിഞ്ഞിട്ടില്ല. 2016 മാർച്ച്, തുടങ്ങുന്നത് 2015 ഒരു വർഷം കഴിഞ്ഞു. 2016 മാർച്ച് മാസം പശുക്കടത്ത് ആരോപണം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. പശുക്കടത്ത് ആരോപണം ജാർഖണ്ഡിലെ ലാത്തേഹറിൽ മുഹമ്മദ് മദ്ലൂജ് എന്ന് പറയുന്ന മനുഷ്യനെയും ആസാദ് ഖാൻ എന്ന് പറയുന്ന വേറൊരാളെയും മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു. ആ ദൃശ്യം വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിക്കാം. പക്ഷെ ഇറ്റ്സ് ടു ടച്ചിങ്. ഭയങ്കര വേദനാജനകമാണ്. ഞാൻ അതിലേക്ക് നോക്കുന്നില്ല, അല്ലാതെ തന്നെ അത് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞില്ല. 2017 നോക്കൂ, ഇതെല്ലാം ചില മൃഗവുമായി ബന്ധപ്പെട്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, ബീഫുമായി ബന്ധപ്പെട്ട്, പശുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ലിസ്റ്റാണ്. കഴിഞ്ഞിട്ടില്ല. പശുക്കടത്ത് ആരോപണം തന്നെ വീണ്ടും. അസമില് അബു ഹനീഫ എന്ന് പറയുന്ന ഒരാളെ റിയാസുദ്ദീൻ അലി എന്ന് പറയുന്ന വേറൊരാളെയും കൂടി വെച്ച് അടിച്ചു കൊന്നു. സംഭവിച്ചത് അസമിലാണ്. പശുവിനെ കടത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഭീകരമായിട്ട് അന്നത്തെ ആളുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞിട്ടില്ല. വീണ്ടും 2017 ഏപ്രിൽ തന്നെ ഇതേ പ്രശ്നം, പശുക്കടത്ത്. പശു എന്താണ് ഇതിന് ഇത്ര വലിയ പ്രാധാന്യം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും ജയ്പൂരിലെ അൽവാറിൽ വെച്ച് പശുക്കളെ വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്നില്ല പെഹ്ലു ഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. മർദ്ദിച്ച് കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു ആ പാവം മനുഷ്യൻ. 2017 തന്നെ ജൂൺ മാസത്തില് സെയിം പശുക്കടത്ത് തന്നെ ജാർഖണ്ഡിലാണ്. രാംഖണ്ഡില് വാനിൽ പശു ഇറച്ചി കടത്തുന്നു എന്ന് ആരോപിച്ച് അലിമുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അന്ന് തല്ലിക്കൊന്നത്.
കഴിഞ്ഞിട്ടില്ല, 2018 കിടക്കുന്നു. 26 ആയിട്ടില്ല കേട്ടോ. 2018 കിടക്കുമ്പോൾ ഇതേ പശുക്കടത്ത് ആരോപണത്തിൽ കൊല ചെയ്യപ്പെട്ടത് റക്ബാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ആ പാവ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത്. 2023 ജൂൺ മാസത്തില് ബീഫ് കൈവശം വെച്ചതിന് കുത്തിക്കൊന്നു. ബീഫ് നമ്മളൊക്കെ കഴിക്കുന്ന ആ ഭക്ഷണം കൈവശം വെച്ചതിന് കുത്തിക്കൊന്നു. മുംബൈയിലാണ് ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച് അഫാൻ അബുൽ അൻസാരി എന്ന് പറയുന്ന ഒരാളെ സംഘപരിവാർ പ്രവർത്തകര് മർദ്ദിച്ച അവസ്ഥയിലാക്കിയതിനു ശേഷം കുത്തി കൊന്നു കളഞ്ഞത്. 2024 മെയ്യില് വീണ്ടും പശുക്കടത്ത് തന്നെയാണ് വിഷയം. ഗുജറാത്തിലാണ്, ഗാന്ധിയുടെ ഗുജറാത്തിൽ, സമാധാനം പുലരേണ്ട ഗുജറാത്തിൽ. ഇതിനു മുമ്പും അവിടെ പലരും ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പലരും അധികാരത്തിൽ ഏറിയിട്ടുണ്ടെന്ന് അറിയാലോ, ഞാൻ പറയുന്നില്ല. എന്തായാലും ആ ഗുജറാത്തില് ദിയോദറിൽ മിസ്രി ഖാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. എന്താ വിഷയം? പശു. 2026 നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷത്തില് ജനുവരിയില് പശുക്കടത്ത്, ഒഡീഷയിൽ പശുക്കടത്ത് ആരോപിച്ച് ഷെയ്ഖ് മങ്കന്തർ മുഹമ്മദിനെ തല്ലിക്കൊന്നു. ഏറ്റവും വിഷമമുള്ള സംഗതി, ഈ തല്ലിക്കൊല്ലുന്ന വീഡിയോ ഒക്കെ ഈ നരാധമന്മാര് എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ആരെങ്കിലൊക്കെ അവരെ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബൈ.